എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ജൂലൈ 6-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ആദ്യഘട്ടമായിട്ട് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് വന്നിട്ടുള്ളത്. ഫാർമസി കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചിലപ്പോൾ നാളെയോടെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിലവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതായത് ജൂലൈ 5-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നിലവിൽ ഈ ഒരു ഡേറ്റിൽ മാറ്റമൊന്നും വരാത്തതിനാൽ തന്നെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അതായത് നാളെ ഏകദേശം നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് രാത്രിയോടെ പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവില്ല. അതായത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തില്ല. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകളിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/KEAM2026/ എന്നുള്ള പേജിലൂടെ നിലവിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഓപ്ഷൻ നൽകാവുന്നതാണ്. ഈ ഒരു പേജ് നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ആക്സസ് കോഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് ആണ്. ആ ഒരു നമ്പേഴ്സും കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാവുന്നതാണ്. പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ടാവും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പേജാണ് വരിക. ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവിടെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 500 രൂപയായിരിക്കും ഫീസ്. ഇനി മറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 2000 രൂപയാണ്. ജനറൽ അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2000 രൂപയാണ് ഫീസ് വരിക. ഈ ഒരു 500 രൂപ ഫീസ് വരുന്നത് അതായത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു 500 രൂപ ഫീസ് വരുന്നത് ഒന്ന് SSC ST അതുപോലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജുവനൈൽ ഹോം, നിർഭയ ഹോം, ശ്രീചിത്ര ഹോം അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫീ കൺസെഷൻ ഒക്കെയുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്കൊക്കെ 500 രൂപയായിരിക്കും ഫീസ് വരിക. അപ്പോൾ ഈ ഒരു 2000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോഴ്സ് ഫീസിൽ നിന്നും ഈ ഒരു 2000 രൂപ കുറച്ച് ബാക്കി പൈസയെ നിങ്ങൾ പിന്നീട് അടക്കേണ്ടതായിട്ട് വരത്തുള്ളൂ. എന്നാൽ ഫീ കൺസെഷനിൽ ഈ ഒരു 500 രൂപ അടക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ അടക്കുന്ന ഫീസ് നിങ്ങൾക്ക് കോളേജിൽ അടക്കേണ്ട കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോഷൻ ഡെപ്പോസിറ്റിലേക്ക് ഈ ഒരു 500 രൂപ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രോസസ്സ്. നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് റീഫണ്ട് കിട്ടുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു കിട്ടിയുള്ള സീറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു ഫീസ് അടച്ചു എന്നിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള ആ ഒരു കോളേജിൽ നിങ്ങൾ ആ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ട ഫീസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച ആ ഒരു സീറ്റ് കൺഫേം ചെയ്യണം. അങ്ങനെ കൺഫേം ചെയ്യാതെ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ആ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ കോളേജിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ജോയിൻ ചെയ്യാനുള്ള ടൈമിൽ കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെയും നിങ്ങൾ അടച്ച ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് പെനാൽറ്റി ആയിട്ട് കണക്കാക്കി അത് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഈ ഒരു ഫീസ് അടച്ചുകൊണ്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു തവണ ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ വീണ്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അടക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നിലവിൽ നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗിന് 2000 രൂപയോ 500 രൂപയോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ B.Pharm അതായത് ഫാർമസി കോഴ്സിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴോ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴോ പ്രത്യേകിച്ച് വീണ്ടും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഏകദേശം ഒരു 3000 രൂപ അധികമായിട്ട് അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 500 രൂപ മാത്രമേ വേണ്ടി വരുള്ളൂ. ചിലപ്പോൾ ഒരു 500 രൂപ എക്സ്ട്രാ ആയിട്ട് ആ ഒരു ടൈമിൽ അടക്കേണ്ടതായിട്ട് വരും. അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് ഓപ്ഷൻ വെക്കുന്ന സമയത്ത്, അതായത് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകളൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏത്
ഏത് കോളേജും കോഴ്സും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇങ്ങനെ ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് അത് ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതും പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസീപ്റ്റ് കൂടി കാണാൻ പറ്റും. അതും കൂടി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ കോളേജ് കോഴ്സുകൾ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോളേജ് കോഴ്സ് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 8650 രൂപയും സെൽഫ് ഫിനാൻസ് എയ്ഡഡ് കോളേജ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 35,000 രൂപ തൊട്ട് ഏകദേശം 1 ലക്ഷം രൂപ വരെ വരുന്ന രീതിയിൽ ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ അറിയണമെങ്കിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സസ് അതുപോലെ തന്നെ ഓപ്ഷൻ ഇൻവൈറ്റഡ് എന്നുള്ള അവിടെ വിജ്ഞാപനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിജ്ഞാപനം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ കോളേജിൻ്റെ ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും ഓരോ കോഴ്സിനും എത്ര രൂപയാണ് ഫീസ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിലെ ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ജൂലൈ 5-ാം തീയതി വൈകുന്നേരത്തോടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂലൈ 6-ാം തീയതി വരെയാണ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എഡിറ്റ് ചാനൽ സൗകര്യം നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ജൂലൈ 7-ാം തീയതിയാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുന്നോടിയായിട്ടുള്ള താൽക്കാലിക അലോട്ട്മെൻറ്റ്. പിന്നീട് ജൂലൈ 8-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ മെയിൻ മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് വരുന്നത്. പിന്നീട് ജൂലൈ 9 മുതൽ 12 വരെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജ് അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ട ഫീസ് നിങ്ങളുടെ പ്രൊഫൈൽ മുഖേന അടക്കേണ്ടതായിട്ട് വരിക. ഇതിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഗവൺമെൻറ് കോളേജിൽ ഫീസ് കുറവാണ്, 8650 ഉള്ളൂ. എന്നാൽ മറ്റ് കോളേജ് നിങ്ങൾ നോക്കുന്ന സമയത്ത് പല കോളേജിലും ഏകദേശം ഒരു 35,000 സംതിങ് രൂപ മുതൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപക്ക് അടുത്ത് ഫീസ് വാർഷിക ഫീസ് ഇനത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജ് കോഴ്സുകൾ എത്രയാണ് ഫീസ് പെർ ഇയറിൽ വരുന്ന ഫീസ് എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫാർമസി കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.